അപ്പൊ മച്ചാമാരെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് PPF ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിന്റ് പോവാന്നുള്ളത്. ആ ഡൗട്ട് നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ വരി. ഇത് നമ്മൾ ഒരു വർഷം മുന്നേ PPF ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. ഇത് കണ്ടില്ലേ എങ്ങനെ എന്ത് കൂളായിട്ടാ. എന്താ പറഞ്ഞ PPF ഊരാനേ നമുക്ക് ഒരു രീതി ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് PPF ഊരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഈ അറിയാത്തവര് ചെയ്യുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ കുറെ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അവർ ചെയ്യുന്ന രീതി ശരിയല്ല. ഇതിൽ നമ്മൾ PPF മാത്രമല്ല റിമൂവ് ചെയ്യണം, ഇതിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇത് നമുക്ക് കളർ ചേഞ്ചിങ്ങിന് വേണ്ടി വന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. PPF ആക്ച്വലി നമ്മൾ നല്ല ക്വാളിറ്റിയുടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു വർഷമല്ല 10 വർഷം കഴിഞ്ഞ് റിമൂവ് ചെയ്യുമ്പോഴും പെയിന്റ് വരും എന്നുള്ള ടെൻഷൻ ഇല്ല. അതിൽ വേറൊരു കീ പാർട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഫാക്ടറി പെയിന്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ പെയിന്റ് ക്ലിയർ കോട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ പെയിന്റിന് ഒരു വിധത്തിലും ഡാമേജ് വരില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ വൈസറിമേലൊക്കെ ഫുള്ള് സ്ക്രാച്ചസ് ആണ്. ആക്ച്വലി ഇതൊന്നും വണ്ടിയുടെ വൈസറും ഉള്ളതല്ല, ഈ PPF ഉള്ളത്. ഈ കസ്റ്റമർ വണ്ടി വാങ്ങിയ ടൈമിൽ ഈ PPF ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ വൈസറിനെ പ്രൊട്ടക്ട് ചെയ്തു. ഇതിപ്പോഴും നല്ല ക്ലിയർ ആണ്, കണ്ടില്ലേ. ഇതിൽ സ്ക്രാച്ചസ് ഒന്നും ഇല്ല.